നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഒരു സലാഡ് തയ്യാറാക്കാം. ഓരോ സ്ഥലങ്ങളിൽ ഉണ്ണിപ്പിണ്ടിനെ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഉണ്ണിപ്പിണ്ടി, ഉണ്ണിത്തണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. ഇത് കറക്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കായ കുലച്ചതിന് ശേഷം, നമ്മൾ കുല വെട്ടിയതിന് ശേഷം വാഴയുടെ പോളകളൊക്കെ പൊടിച്ച് മാറ്റി ഉള്ളിലത്തെ തണ്ടിനാണ് ഈ പറയണ ഉണ്ണിപ്പിണ്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ പോർഷൻ അത് നമ്മൾ തോടൊക്കെ കളഞ്ഞ് നല്ല ക്ലിയറാക്കി നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഇതാണ് ഉണ്ണിപ്പിണ്ടി. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം സലാഡ് തയ്യാറാക്കാനായിട്ട്. നൂലൊക്കെ ചിറ്റിയെടുക്കണം. അത് നമ്മൾ കൈ കൊണ്ട് ചിറ്റണം, അല്ലെങ്കിൽ ബോട്ടിൽ ബ്രഷ് കൊണ്ട് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതും പിന്നെ സവോളയും പിന്നെ മല്ലിയുടെ ഇലയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടിയിട്ടാണ് ഈ സലാഡ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ഫുഡിൻ്റെ മുന്നേ നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സലാഡാണ്. വാഴപ്പിണ്ടി സലാഡാണ് തയ്യാറാക്കുന്നത്. സലാഡ് തയ്യാറാക്കാനായിട്ട് ഒരു പിണ്ടിയുടെ ഒരു ചെറിയ കഷ്ണം എടുക്കാം, 2 പച്ചമുളക്, പിന്നെ തക്കാളിയുടെ പകുതി, സബോളയുടെ പകുതി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ തൈര്, നല്ല കട്ടിയുള്ള തൈര്, ഉപ്പ്, ഈ മാതള നാരങ്ങയുടെ അല്ലി, പിന്നെ മല്ലിയുടെ ഇല. അതിനുവേണ്ടി നമ്മൾ പിണ്ടി എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം. പിണ്ടിയുടെ ചെറിയൊരു പീസ് എടുത്താൽ മതി. നല്ല കനം കുറച്ച് അരിയണം. തീരെ ഇതുപോലെ കനം കുറച്ചിട്ട് വേണം അരിയാനായിട്ട്, കട്ടി കൂടാൻ പാടില്ല. ആമാശയ സംബന്ധമായും പ്രഷർ കുറയാനും ഒക്കെ ഇത് വളരെ നല്ലത്. അപ്പോൾ ഇത് വെറുതെ അരിഞ്ഞ് സലാഡ് പോലെ കഴിക്കുന്നത് നല്ലതാണ്. അത് കാരണമാണ് ഈ സലാഡ് തയ്യാറാക്കുന്നത്. നല്ലോണം കനം കുറച്ചരിയാം. കൂട്ടി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ സ്ക്വയറായിട്ട് മുറിക്കുക. നല്ല കനം കുറച്ച് അരിയണം. പിന്നെ നമ്മൾ വേവിക്കാത്ത കാരണം, ഫ്രഷായിട്ട് തന്നെ കഴിക്കണ കാരണം നല്ലോണം കനം കുറച്ച് അരിയാം. കട്ടി കൂടിയത് നമുക്ക് മാറ്റി വയ്ക്കരുത്. കട്ടി കുറഞ്ഞ് കൊടുത്തിട്ട് ഇനി നമുക്ക് തക്കാളി പകുതി എടുത്ത് ചെറുതാക്കി നുറുക്കി മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. തക്കാളി ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് 2 എണ്ണം, ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് മിക്സിയിലൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അങ്ങനെ അരച്ചെടുക്കാം. ഇത് നമുക്ക് ഉണ്ണിപ്പിണ്ടി ഇതിലേക്ക് ചേർക്കാം. ഉണ്ണിപ്പിണ്ടി ചേർത്ത് നല്ലോണം ചെറുതാക്കിയിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അരച്ച് വെച്ച മിക്സറും ഇതിലേക്ക് ചേർക്കാം. ഈ തക്കാളിക്കും പച്ചമുളകും ഇഞ്ചിക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉണ്ണിപ്പിണ്ടിക്കും തൈരിക്കുള്ള ഉപ്പ് നമുക്ക് ചേർക്കണം. ഇത്തിരി കൂടി ചേർത്ത് നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട്. അങ്ങനെ കൂട്ടി വെക്കണം. പിന്നെ നമ്മൾ സവോള എടുത്തത്, സവോള ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. അത് ഇതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് നുറുക്കണം. ഇതിൻ്റെ സവോള അരിയുമ്പോൾ ഇതിൻ്റെ ഞെട്ട് കളഞ്ഞ് നമ്മൾ
നമ്മൾ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചെറുത് കുനുകുനൂന്ന് അരിയണം. പിണ്ടി അരിഞ്ഞ അതേ വലുപ്പത്തിൽ അരിയണം. നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ശേഷം അങ്ങനെ ഇളക്കാം. തൈര് പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർക്കാം. തൈര് കുറച്ച് പോരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കട്ട തൈരാവണം. ഇതിപ്പോൾ തൈര് തന്നെ അരിച്ചിട്ടാണ് എടുത്തുള്ളത്, ഒരു കണ്ണിയകലുള്ള അരിപ്പയിൽ അരിച്ചിട്ട് എടുത്തുള്ളത്. മല്ലിയുടെ ഇലയും വേണം നമുക്കൊന്ന് തൂവാനായിട്ട്. മല്ലിയില എടുത്ത് കുനുകുനായിട്ട് അരിയണം. തണ്ട് മാറ്റി കളയാം. നമുക്ക് ഇല തന്നെ എടുത്ത് വരിക. അപ്പം നമുക്ക് ചേർത്തെടുക്കാം. നേരത്തെ നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്തിരി കൂടി തൈര് ചേർക്കാം, എന്നാലും അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ. പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റ്, അപ്പോൾ നമുക്ക് നല്ല കളർഫുള്ളാവും ചെയ്യും, നല്ല ഹെൽത്തി ആവും ചെയ്യും സലാഡ്. പിന്നെ ഇത് സലാഡ് അധികം അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഇതിങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് താനും, നല്ല വിറ്റാമിൻ ഉള്ളതാണ്. ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഒരു പരന്ന പാത്രം എടുത്ത് നമുക്ക് പോമഗ്രാനൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ഉണ്ണിപ്പിണ്ടി സലാഡ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് താനും, നല്ല ഹെൽത്തിയാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.